ഹലോ. അപ്പോൾ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കാൻ പോലെ കഴിച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ടുണ്ടോ? വേറൂട്ടി വെച്ച് അതിതാണോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനമാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണേ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ബീഫ് സ്റ്റേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്താവുമെന്ന് ഒരു പിടിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ പൊരിച്ചെടുക്കുന്നു, വേവിക്കാതെ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. എങ്കിലും സാരമില്ല, ഇന്ന് എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ അതിനായിട്ട് തന്നെ ഒരു പീസ് ബീഫ് അതിന് വേണ്ടി തന്നെ വാങ്ങി. എന്നിട്ട് അത് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും നന്നായിട്ട് തൂത്തുകൊടുക്കുക. വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. ഉപ്പും കുരുമുളക് പൊടിയും നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ നന്നായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കേട്ടോ. നന്നായിട്ടൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു മസാലയൊക്കെ. എന്നിട്ട് ദേ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. അതിലേക്ക് നല്ല അത്യാവശ്യം വലിയൊരു പീസ് ബട്ടർ അങ്ങിട്ട് കൊടുത്തു. അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് കുട്ടന്മാരെ പറക്കി അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. നീളത്തി അങ്ങ് വെച്ച് കൊടുത്തു. ഇപ്പോഴും ഞാൻ പറയുന്നു എന്താവും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതെ ഒരു 20 മിനിറ്റ്സ് ആയപ്പോഴത്തേനും ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തു. നിങ്ങൾ വീഡിയോയിൽ ഫാസ്റ്റായിട്ട് കാണുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുതേ. അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഓരോ സൈഡും വേകാൻ അതിൻ്റേതായ സമയം എടുക്കുന്നുണ്ട്. അപ്പം ബീഫ് ആയതുകൊണ്ട് കുറച്ച് നല്ലപോലെ വേഗം വേണമല്ലോ. അപ്പോൾ ഇതിന് മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കിഴങ്ങ് പുഴുങ്ങിയായിരുന്നു. അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ ബീഫ് ഒരു സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കോരിയെടുക്കുക കേട്ടോ. ഒരു സെറ്റ് ആവാൻ എനിക്ക് ഏതാണ്ട് ഒരു 45 മിനിറ്റ്സ് എടുത്താണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയാണ് ഞാൻ ഈ മാഷ്ഡ് പൊട്ടറ്റോയും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മാഷ്ഡ് പൊട്ടറ്റോയ്ക്കുള്ള പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്കും വീണ്ടും ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ബട്ടർ ഒന്ന് മെൽക്കട്ടെ. ആ സമയത്ത് നമുക്കിതേ അടുത്ത ബാച്ച് ബീഫ് ഇട്ട് കൊടുത്തു. ഇനി ഇതേ മാഷ്ഡ് പൊട്ടറ്റോയ്ക്ക് വെച്ച ആ ബട്ടറിലേക്ക് കുറച്ച് ഗാർലിക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു ചെറിയ കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബീഫ് ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മറന്നുപോയ ഇന്ന് ഈ പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, വെളുത്തുള്ളി. അതും കൂടെ ഇട്ടാൽ അതിൻ്റെ ഒരു മണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും തിരിച്ചും മറിച്ചു ഇട്ട് അതും വേവിച്ചെടുത്തു. ഇനി നമ്മൾ ബീഫ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത മാഷ്ഡ് പൊട്ടറ്റോയുടെ അകത്തോട്ട് വെച്ച് കൊടുത്തു. അകത്തോട്ടല്ല, പുറത്തോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി അടുത്ത പരിപാടി ടേസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.